ഹലോ നമസ്കാരം. ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, അതുകൊണ്ട് തന്നെ ഞാനിന്ന് മാങ്ങ വെച്ചുള്ളൊരു വിഭവമാണ് തയ്യാറാക്കുന്നത്. അധികം മധുരമില്ലാത്ത എന്നാൽ കുറച്ച് പുളിയൊക്കെയുള്ളൊരു മാങ്ങയാണ് ഇതിന് വേണ്ടത്. ചെനച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പാകം. ഞാനിവിടെ 3 മാങ്ങ എടുത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കി വേണം അരിയാനായിട്ട്. ചെറിയ പുളിയും വേണം, ചെറിയൊരു മധുരവും വേണം. പിന്നെ ഒരു സവാള, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക്, ഉലുവ ഇവ ഇട്ടിട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും 4-5 പച്ചമുളക് നടുവേ പിളർന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വലിയൊരു സവാള തിന്നായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇനി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ ചുവന്ന മുളകിൻ്റെ എല്ലാം എരിവുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എരിവ് കുറവ് വേണ്ടവർ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഇതിപ്പോൾ ആവശ്യത്തിന് എരിവേ ഉണ്ടാവുള്ളൂ. ഈ ഒരു കണക്ക് 3 മാങ്ങയുടെ കണക്കാണ്. ഇത് നല്ലോണം വഴറ്റി കഴിയുമ്പോഴേക്കും മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മാങ്ങയുടെ വെള്ളമെല്ലാം വറ്റി നല്ലോണം ഡ്രൈ ആവണം. ഇപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചാറ് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്കാക്കി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി പോകും. അപ്പോൾ മാങ്ങ പാകത്തിനും വേഗില്ല. ഇപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേവിക്കുവാണെങ്കിൽ ആ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി എരിവും ഉപ്പും പുളിയും എല്ലാം കൂടി നല്ല ഒരു കോമ്പിനേഷനായിരിക്കും. അപ്പോൾ നമ്മൾ സ്ലോയിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. നല്ലൊരു പെരളൻ പാകത്തിനാണ് ഈ കറി ഇരിക്കുന്നത്. ഉപ്പൊക്കെ നോക്കുക, പോരെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി കുറച്ച് ചാറുമായിട്ട് ഒരു പാകമാകുമ്പോഴേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോഴേക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളമൊക്കെ വറ്റി കുറുകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഈ ഒരു പാകത്തിനാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ചാറ് അല്ലെങ്കിൽ ഈ ഒരു മാങ്ങാക്കറി നമ്മൾ ചോറിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് പുരട്ടി അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ എന്ത് ടേസ്റ്റാണെന്നറിയോ. ആ ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടിയുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. ഇത് ചപ്പാത്തിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.